പരിശുദ്ധ ഹറമിൽ ആ ഹറമിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ വന്ന് മക്ഡൊണാൾഡ് എന്ന് പേരുള്ള ഇസ്രയേലിന് വലിയ സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന അതിരൂക്ഷമായ ആക്രമണം ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം അതിക്രൂരമായ കാര്യങ്ങളാണ് ഇന്ന് അവിടെ നിന്ന് കേൾക്കുന്നത്. ആ ഗാസയിലേക്ക് സഹായത്തിന് വേണ്ടി വരുന്ന 44 ചെറിയ ബോട്ടുകളുണ്ട്. കടൽ വഴി വരുന്ന ആ ബോട്ടുകളെയൊക്കെ തടഞ്ഞ് അതിലെ സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ വളരെ വലിയ പ്രതിഷേധം. ഈ സമയത്ത് പോലും ഏതെങ്കിലും ഒരു അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ വല്ല പ്രതിഷേധവും നിങ്ങൾ കണ്ടോ? എന്തൊരു ഷണ്ടന്മാരായ രാജ്യമാണ്. പരിശുദ്ധ ഹറമിൽ എനിക്ക് പറയുമ്പോൾ വേദനയുണ്ട്. ഓരോ ഇസ്രായേലി ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ വരെ തയ്യാറാകുമ്പോൾ സ്പെയിൻ അടക്കം ഇസ്രായേലിൻ്റെ പരസ്യങ്ങളുള്ള മുഴുവൻ സാധനങ്ങളും നിരോധിക്കുകയാണ്. ഈ സമയത്ത് പോലും പരിശുദ്ധ ഹറമിൽ ആ ഹറമിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ വന്ന് മക്ഡൊണാൾഡ് എന്ന് പേരുള്ള ഇസ്രയേലിന് വലിയ സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വയറ് നിറക്കുന്നത്. ഓരോ ഹറമിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന വിശ്വാസികൾ മക്ഡൊണാൾഡിൻ്റെയും ഇസ്രയേലിന് സാമ്പത്തിക സഹായം നൽകുന്ന വലിയ വമ്പൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, കഴിക്കുക, ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം, പലസ്തീൻ റബ്ബെ സഹായിക്കണം. എങ്ങനെ പടച്ച റബ്ബ് സ്വീകരിക്കുക? പരിശുദ്ധ ഹറമിൽ അവർക്ക് ഈ ഒരു ഗൾഫ് മണ്ണിൽ ഇസ്രയേലിൻ്റെ ഒരു ഉൽപ്പന്നം വാങ്ങില്ല, വിൽക്കില്ല എന്നൊരു തീരുമാനം ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? വേണ്ട. യൂറോപ്യൻ രാഷ്ട്രങ്ങളായ ഗ്രീസ്, ഇറ്റലി, ബെൽജിയം, ടുണീഷ്യ, തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഒരംശം പോലും നടത്താൻ അവിടുത്തെ ഈ ഒരു മുസ്ലിം അറബ് രാജ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഹറമിൽ പോയ ആളുകൾക്കറിയാം അവിടെ മക്ഡൊണാൾഡിൻ്റെയും വലിയ ഉന്നതമായ ഇസ്രയേലിന് സാമ്പത്തിക സഹായം നൽകുന്ന വമ്പൻ ടീമുകളുടെ ഹോട്ടലുകളുണ്ട്. അവിടെ നിന്ന് കഴിച്ചാലേ അറബികളുടെ പള്ള നിറയുള്ളൂ. അവിടെ നിന്നുള്ള ഫണ്ടുകൾ കൊടുക്കണം. ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവനും ഇവർക്ക് പരവതാനി വിരിച്ചിക്കാൻ. ഖത്തറിനെ ആക്രമിച്ചാൽ അമേരിക്കയെ ആക്രമിച്ചതിന് തുല്യമാണെന്നുള്ള കരാർ ഒപ്പിട്ടു. ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. ഒന്ന് കിട്ടിയപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും. എന്നാൽ ഈ പലസ്തീൻ എന്ന പ്രദേശത്തിലുള്ള നിരായുധരായ പാവങ്ങളായ ജനങ്ങളെ അതിക്രൂരമായിട്ട് വേട്ടയാടുക. ഇപ്പം ചെയ്യണം എന്താ അറിയോ? ഗാസ 2 ഭാഗമാണ്, വടക്കൻ ഗാസ, തെക്കൻ ഗാസ. ഈ ഒരു തെക്കൻ ഗാസയിലേക്ക് ആളുകൾ ഓടിക്കിട്ട് വടക്കൻ ഗാസ പൂർണ്ണമായിട്ട് തകർക്കുകയാണ്. ആ ഒരു പ്രദേശം 1948 മുൻപ് നിങ്ങൾ വീഡിയോയിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ആ ജനതയിൽ ഒരു ന്യൂനപക്ഷമായിരുന്നു ജൂത വിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്. 947-8 കാലങ്ങളിൽ ബ്രിട്ടൻ അനുമതിയോടുകൂടി ഇസ്രയേൽ എന്ന് പറയുന്നൊരു രാജ്യമുണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടി വന്ന് ആ സമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകൾ അവിടെ നിന്ന് ആട്ടിയോടിച്ചു. എത്ര ലക്ഷക്കണക്കിന് ആളുകൾ, അഭയാർത്ഥികളെ ഗൾഫിലും പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലസ്തീനികൾ അഭയാർത്ഥികളായിട്ടുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം ചെയ്യുന്നത് ഗാസ മുഴുവനും അടിച്ചു തകർക്കുക. അവിടെ നിന്ന് ഇങ്ങനെ മേലെന്ന് ലഘുലേഖകൾ വിമാനം വഴി വിതരണം ചെയ്ത് കളത് ആ ഗാസ മുഴുവൻ ഞങ്ങൾ തുടച്ചു നീക്കാൻ പോവാണ്, ഉടൻ നാട് വിടാൻ. ആ മക്കൾ, അഭിമാനികളായ മക്കൾ, ആ കടലാസുകൾ, ലഘുലേഖകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി കത്തിക്കുകയാണ്. വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലേക്ക് പോകാൻ വയ്യ. കൈകാലുകളില്ലാത്തവർ, പ്രായമായ ആളുകൾ, ഒന്നിനും കഴിയാത്ത ആളുകൾ, മരണം മുന്നിൽ കണ്ട് നിൽക്കുക. നമ്മൾ ഇവിടെ കിടന്നിട്ട് ഈ ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിച്ച് അവർക്ക് പണം കൊടുക്കുക. അത് പരിശുദ്ധ ഹറമിന് മുൻപിൽ പോലും. അതാണ് വലിയ സങ്കടം. ഇപ്പോൾ അവിടേക്ക് വരുന്ന 44ഓളം കുറേ രാജ്യങ്ങളിലെ പ്രതിനിധികളുണ്ട്. ഈ 44 ബോട്ടുകളിൽ മനുഷ്യ സഹായം എത്തിക്കുകയാണ്. ആ മനുഷ്യ സഹായം എത്തിക്കുന്ന ബോട്ടുകളെയൊക്കെ ഇവർ പിടികൂടി, നല്ലൊരു പങ്കും പിടികൂടി. അതിലെ ആളുകളെയൊക്കെ തടവിലാക്കി. അവർക്ക് ഭക്ഷണം, വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇവിടുന്നാണ് ഗാസയിൽ നിന്നൊരു 77 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ട് തന്നെ അവർ തടഞ്ഞിട്ടുണ്ട്. അതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, ഇറ്റലിയിൽ, അതോടൊപ്പം ഗ്രീസിൽ, ബെൽജിയം, പിന്നെ നമ്മുടെ ഇസ്ലാമിക രാജ്യമായ ടുണീഷ്യയിൽ, തുർക്കിയിലൊക്കെ പ്രതിഷേധങ്ങളുണ്ടായി. ആഫ്രിക്കൻ രാജ്യമാണ് ടുണീഷ്യ. തുർക്കി ഒരു യൂറോപ്യൻ രാജ്യമാണ്, ഇസ്രായേലിയുടെ അതിർത്തി പങ്കിടുന്നൊരു രാജ്യം. പക്ഷെ ഒരൊറ്റ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോലും ഒരു പ്രതിഷേധമില്ല. സൗദിയിലില്ല, തുർക്കിയിൽ. പിന്നെ ഇവർ പറയുന്നത് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കാൻ അവിടുത്തെ മുസ്ലിംസ് മാത്രമല്ല, കൊളംബിയ ഒരു മുസ്ലിം രാജ്യമില്ലല്ലോ. ഈ ഒരൊറ്റ തമ്മാടിത്തരം കാരണം കൊളംബിയ ഇസ്രായേലുള്ള നയതന്ത്ര പ്രതിനിധികളെ ഒഴിവാക്കി, പുറത്താക്കി. അവിടുന്ന് എല്ലാ കരാറുകളും റദ്ദ് ചെയ്തു. എന്താണ് ഈ തൻ്റെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കില്ലാത്തത്? നാളെ മരണപ്പെട്ടു പോയ നമ്മൾ റബ്ബ് ചോദിക്കും, നമ്മളെ കൊണ്ട് എന്താ ചെയ്ത്? ഈ സാധാരണക്കാരായ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും പലസ്തീൻ്റെ കൂടെയാണ്. ഇത് കഴിയുന്ന രാജ്യങ്ങളോ? അവരെ കൊണ്ട് കഴിയും, പക്ഷെ അവർ ചെയ്യില്ല. എന്നിട്ട് അവർ അഭിമാനത്തോടു കൂടി പറയാണ്,
ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എവിടെ? പരിശുദ്ധ ഹറമിന് മുൻപിൽ പോലും അവർക്ക് ഹോട്ടലുകൾ വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അറബികൾ മൂക്കട്ടത്ത് നിന്ന് ഉച്ചകോടി നടത്തിയിട്ട് ബിരിയാണിയും കോഴിക്കാലും ആട് ബിരിയാണിയും കഴിച്ചിട്ട് ഇങ്ങനെ മന്തിയും കഴിച്ച് നടക്കുക. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും തെരുവിലിറങ്ങുക. അവരൊന്നും ഇസ്ലാം മതത്തിൻ്റെ ആളുകളായിട്ടല്ല. സ്പെയിൻ മഫ്ത ധരിക്കുന്നത്, എന്തായാലും പറയുക, മിനാരം ഉണ്ടാക്കണമൊക്കെ നിരോധിച്ച വളരെ വലിയ മുസ്ലിം ഐഡിയോളജിയെ പോലും താല്പര്യമില്ലാത്ത സ്പെയിൻ അടക്കം ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമ്പോഴാണ് ഹറമിന് മുൻപിൽ വെച്ചുള്ള ഇസ്രയേലി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. എവിടെ നമ്മുടെ തൻ്റെ ഇടം? എവിടെ നമ്മുടെ ഈമാൻ? ഇതില്ല. നമ്മുടെ നാട്ടുകാർക്കില്ല. ഈ ഒരു മറ്റു ജനവിഭാഗം, മറ്റു മതവിഭാഗം കാണിക്കുന്ന ഗസയിലെ കുട്ടികളോട് കാണിക്കണ ഒരു സ്നേഹം പോലും സത്യം പറഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഷണ്ടന്മാരായ ഭരണാധികാരികൾക്കോ നേതൃത്വത്തിനോ ഇല്ല. അവർക്ക് പേടിയാണ്. എവിടെ നിങ്ങളുടെ ബുദ്ധി? ആ ബുദ്ധി കൊണ്ട് നിങ്ങൾ ആയുധങ്ങൾ കണ്ടെത്തൂ. നമ്മളെല്ലാവരും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ മക്കൾക്ക് വേണ്ടി ആരും ഇല്ല കേട്ടോ. പ്രവർത്തിച്ചാൽ തന്നെ നടക്കുള്ളൂ. ദുആ ചെയ്തുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങളില്ലാതെ നടക്കില്ല. അവർക്ക് നല്ല മരണം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാനല്ല നിസ്സഹാരായിട്ട് നമുക്ക് കഴിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിം വിരോധം കൊണ്ട് മാത്രം ഇസ്രായേൽ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് സമാധാനമാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ച്, മുസ്ലിം മതവും ക്രിസ്തു മതവും ജൂത മതവും ഒക്കെ സഹോദര മതങ്ങളല്ലേ? എവിടുന്നാണ് ഈ ഭിന്നിപ്പുണ്ടായത്? എന്ത് വ്യത്യാസങ്ങളാണുള്ളത്? നമ്മുടെ ഈസാ നബി തന്നെയല്ലേ അവർ യേശു എന്ന് പറയുന്നത്? നമ്മുടെ ഇബ്രാഹിം നബീനല്ലേ അവരൊക്കെ മുഴുവൻ ആളുകളും അബ്രഹാം എന്ന് പറഞ്ഞ് ആദരിക്കുന്നത്? നമ്മുടെ ഇസ്ഹാഖ് നബി അല്ലേ അവരുടെയൊക്കെ പൂർവ്വ പിതാവ്? നമ്മുടെ യഅ്കൂബ് നബിയല്ലേ അവരെ ജോസഫ്? നമ്മുടെ യഹ്യാ നബിയല്ലേ അവരെ യോഹന്നാൻ? ഓരോ പ്രവാചകന്മാരെടുത്തൊക്കെ ആ സ്ഥലങ്ങളൊക്കെ നമുക്കും പുണ്യകരമായ കാര്യങ്ങളല്ലേ? ജെറൂസലേമിൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും ബൈത്തുൽ മുഖദ്ദസിന് അവർ ജെറൂസലേം ദേവാലയം എന്ന് പറയുന്നു, നമ്മൾ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നു. അവിടെ ഒരു വെസ്റ്റേൺ വാൾ, പടിഞ്ഞാറൻ മതിൽ അവർ വളരെ ആദരവോടുകൂടി കാണുന്നു. അതൊക്കെ പഴയ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗമാണെന്ന് നമ്മളും കരുതുന്നു. അവരവിടെ വന്ന് സങ്കടം പറയുന്നു. കടലാസുകൾ തിരികെ ആ വാളിനുള്ളിൽ വെക്കുന്നു. അതൊക്കെ പിന്നീട് കൊണ്ടുപോയിട്ട് കത്തിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നമ്മൾ കയറുന്നു. എൻ്റെ പടച്ച റബ്ബേ, സഹോദരങ്ങളായി ഈ മതങ്ങളുടെ സ്നേഹവും സൗഹാർദ്ദമല്ലേ വേണ്ടത്? ഒരൊറ്റ വ്യത്യാസമല്ലേ ഉള്ളൂ. അവർ ഇബ്രാഹിം നബിയുടെ മകനായ ആ ഒരു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പിന്തുടർച്ചാവകാശത്തിൽപ്പെടുന്ന മുഹമ്മദ് നബി അവർ അംഗീകരിക്കുന്നില്ല. നമ്മളെല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാവരെയും, ലൂത്ത് നബിയുടെയും എല്ലാവരെയും അവരംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളും അംഗീകരിക്കുന്നത്. പക്ഷെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇസ്മായിൽ എന്ന മകനെ അവരംഗീകരിക്കുന്നില്ല. സാറയെ അവർ കഥയിൽ പറയുന്നുണ്ട്, ഇസ്മായിൽ പറയുന്നുണ്ട്, അവിടുന്ന് അങ്ങോട്ട് പറയുന്നില്ല. എന്തിനാണ് ഈ വിവേചനങ്ങൾ? ജെറൂസലേമിൽ നിങ്ങൾ പോവുക, ആ ഒരു പലസ്തീൻ നഗരം തന്നെ അതിന് പറയേണ്ടത്. സമാധാനത്തോടെ കഴിഞ്ഞ് അവിടെ കാണുന്നത് ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിസത്തിൻ്റെയും ജൂതരുടെയും ഒക്കെ ഒരേ അടയാളങ്ങൾ, ഒരേ സ്നേഹത്തോടു കൂടി കാണും. അവിടെ ഇബ്രാഹിം നബിയുടെ മക്ബറയുണ്ട്, അവിടെ യാക്കൂബ് നബിയുടെ മക്ബറുണ്ട്, ദാവൂദ് നബിയുടെ മക്ബറുണ്ട്, യൂസഫ് നബിയുടെ മക്ബറുണ്ട്. പള്ളിയും സനഗവും ജൂത ദേവാലയം ഒന്നിച്ചിട്ടാണ്. എന്തിനാ നമ്മൾ ഈ തല്ലുകൂടുന്നത്? സ്നേഹത്തിൻ്റെ ഭാഷ്യങ്ങൾ രചിക്കാനല്ലേ മതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നടക്കുന്നതോ രക്തക്കൊതിയന്മാരായ പിശാച്. നമ്മൾ പിശാചി ഭീകരവാദി എന്ന് പറയുമ്പോൾ താടി വെച്ചവൻ, തൊപ്പി വെച്ചവൻ, അല്ല. ഇതുപോലെയുള്ള ഭീകരവാദികളാണ് ഇന്ന് നവലോകത്തുള്ളത്. അള്ളാഹു ആ ഒരു ജനതക്ക് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഹറമിൽ പോലും ജൂത ഉൽപ്പന്നങ്ങൾ, ജൂതർക്ക് പണം കൊടുക്കുന്ന, അവരുടെ ആയുധങ്ങൾ നിർമ്മിക്കാൻ പണം കൊടുക്കുന്ന കുത്തക കമ്പനികളെ സഹായിക്കുന്ന നടപടിയാണ് ഹറമിന് പോലും മുൻപിലുള്ളത്. വളരെ വളരെ ലജ്ജാകരമെന്നേ പറയുന്നുള്ളൂ. ഞാൻ ഈ പറയുന്നതിലൂടെ നിങ്ങൾക്ക് യോജിക്കുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.